ആരെങ്കിലും ആകുമ്പോൾ അതൊന്നുമല്ല. എന്നാൽ ആരുമില്ലാത്തവർക്ക് നാം ആരെങ്കിലും ആകുമ്പോൾ അതവർക്ക് ഏറ്റവും ശ്രേഷ്ഠമാണ് എന്നുള്ള നിലയിൽ ഒരുവന്റെ ആവശ്യം അറിഞ്ഞ് എങ്ങനെ അവർക്ക് ഏത് വിധത്തിൽ അതിന് എനിക്കെന്ത് നഷ്ടം വന്നാലും എൻ്റെ സാഹചര്യങ്ങളിൽ എന്തെല്ലാം പരിമിതികൾ ഉണ്ടായാലും അതൊരു പരിമിതി ആയിട്ട് കാണാതെ അതൊരു പദവിയായി കണ്ടുകൊണ്ട് പ്രവർത്തിപ്പാൻ സർവേശ്വരനായ ദൈവം എനിക്ക് അവസരം തന്നു. അങ്ങനെ ഒരു കാഴ്ചപ്പാട് തന്നു. ഇതെല്ലാവർക്കും ഉണ്ടാകണമെന്നുമില്ല. ആ നിലകളിൽ ദൈവം തന്ന അവസരത്തെ ഞാനൊരു പദവിയായിട്ട് ഏറ്റെടുത്തു. അങ്ങനെ പ്രവർത്തിക്കാൻ എനിക്കൊരു അവസരം തന്നതിന് ഞാൻ സർവേശ്വരനായ ദൈവത്തിന് നന്ദി പറയുകയും ഏകദേശം 30-ലധികം ആളുകൾ ഇപ്പോൾ സമൂഹത്തിൽ ആരും സംരക്ഷിക്കാനില്ലാത്ത പ്രായാധിക്യത്തിലുള്ള തീർത്തും അനാഥരായ പ്രിയപ്പെട്ടവർ, നിസ്സഹായം, ശാരീരികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിത്വങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ട്. സമയബന്ധിതമായ ഒരു സമ്മേളനമാണ്. വിശിഷ്ട അതിഥികളായി ഇവിടെയിരിക്കുന്ന പലരും വളരെ ധൃതിയുള്ളവരാണ്. ഞാൻ അതുകൊണ്ട് ദീർഘിപ്പിക്കാതെ ഓർപ്പിക്കട്ടെ. ഇന്നേക്ക് 10 വർഷത്തിന് മുമ്പ് ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് എൻ്റെ ഇടയ്ക്കൽ ആരുമില്ലാത്ത ഒരു അമ്മ ഞങ്ങളുടെ പാഴ്സനേജിൽ കയറി വന്നു. എന്നോട് പറഞ്ഞു, എനിക്ക് ആരുമില്ല പാസ്റ്റർ, എനിക്കൊരു സംരക്ഷണം തരണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ പാഴ്സനേജാണിത്, ഞങ്ങളോടൊപ്പം കുറച്ച് നാൾ പാർക്ക് എന്ന് പറഞ്ഞു. ഞങ്ങളുടെ കൂടെ ഏകദേശം 2 ആഴ്ചത്തോളം പാർത്തു. അതിനുശേഷം വീണ്ടും അവരോട് ചോദിച്ചു, നിങ്ങളുടെ ആവശ്യം എന്നാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എന്നെ നോക്കുവാൻ ആരുമില്ല, എനിക്ക് ഇവിടെ ഈ 2 ആഴ്ച കൊണ്ട് ലഭിച്ച സംതൃപ്തിയും സ്നേഹവും തരാൻ എനിക്ക് ആരുമില്ല, അതുകൊണ്ട് പാസ്റ്റർ കുറച്ചുകൂടെ എന്നെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റുമോ എന്നോട് ചോദിച്ചു. ഞാൻ യാതൊരു വിധമായ മടിയും പറയാതെ, നിങ്ങൾക്ക് എത്ര കാലം ഇവിടെ പാർക്കാമോ, ഞങ്ങളോടൊപ്പം പാർക്കാമോ, പാർക്കുക എന്ന് പറഞ്ഞ് ഇവരാരാണ് എന്താണ് എന്നൊന്നും അറിയാത്ത ഒരു സാഹചര്യത്തിൽ ഞാൻ കുറേ നാൾ പാർത്തപ്പോൾ മറ്റൊരു അമ്മച്ചിയും കൂടി ഇതുപോലെ തന്നെ ഞങ്ങളുടെ ഇടയ്ക്കൽ വന്നു കയറി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്തോ എൻ്റെ മനസ്സോടുള്ള ബന്ധത്തിൽ, അവരോടുള്ള സ്നേഹത്തിൽ ഞാൻ അവരെയും ഉൾക്കൊണ്ട് കഴിഞ്ഞപ്പോഴാണ് എന്നോടൊപ്പം ആ സമയങ്ങളിലായിരുന്ന പ്രിയ കുഞ്ഞുമോൻ ചാനെ ഞാൻ സ്മരിക്കുക. ചെറുപുള്ളിലെ കുഞ്ഞുമോൻ ചാൻ ഞങ്ങൾ രണ്ടുപേരും ഈ സഭയുടെ സെക്രട്ടറിയാണ്. അദ്ദേഹം ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. ഇന്ന് അദ്ദേഹം ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നേക്ക് 5 വർഷം മുമ്പ് കല്ലിടിലും നടന്നതിന്, ബിൽഡിങ്ങിന്റെ പണിയും നടന്നതിന്. പക്ഷെ അദ്ദേഹത്തിന്റെ വിയോഗം, അദ്ദേഹത്തിന്റെ മരണം ഞങ്ങൾക്ക് വളരെ ക്ഷീണം സഭയ്ക്കുണ്ടായിട്ടുണ്ട്. ഈ സമൂഹത്തിന് തന്നെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ അദ്ദേഹത്തെ അറിയാവുന്ന വളരെ ശ്രദ്ധേയനായ, സമൂഹത്തിന്റെ ഏത് കാര്യത്തിനും നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അങ്ങനെ അദ്ദേഹവുമായി ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചു. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, നമുക്ക് ഇതൊരു പ്രവർത്തനമായിട്ട് നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞ് തേക്കെങ്കിലും ജോസ് ചാൻഡിരിപ്പുണ്ട് ചായൻ്റെ അടുക്കൽ നിങ്ങൾ ചെല്ലുകയും ചായൻ്റെ ബിൽഡിങ് വാടകയ്ക്കെടുക്കുകയും അങ്ങനെ ബഹുമാന്യനായ ജോസ് ചാന് എല്ലാ നിലയിലും കഴിഞ്ഞ് 10 വർഷമായിട്ട് ആ ബിൽഡിങ് ഞങ്ങൾക്ക് വിട്ടു തരികയും ആ സ്നേഹത്തോടെ പ്രിയ ചാനോടുള്ള സ്നേഹം, ഒരു തമ്മിൽ സഹോദരങ്ങളെ പോലെയായിരുന്നു. പ്രത്യേകിലും ജോസ് ചാനും കുഞ്ഞുമൻ ചാനും വളരെ സ്നേഹവും ആഴമായ പ്രതിബദ്ധതയുമുള്ളവരായിരുന്നു. അങ്ങനെയാണ് ഈ പ്രവർത്തനം ആരംഭിച്ചത്. ഏകദേശം 85-ലധികം ആളുകൾ ഈ സ്ഥാപനത്തിൽ കയറിയിറങ്ങിപ്പോയി. 2 പ്രധാന കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന്, പ്രസംഗത്തിൽ നിന്ന് വിരമിക്കാം. ഒന്ന്, നമുക്ക് ഈ ഭൂമിയിൽ കടപ്പാടുകൾക്ക് അധിഷ്ഠിതമായ ഒരു ജീവിതമാണ് ദൈവം. അപ്പനുള്ള കടപ്പാട്, അമ്മയ്ക്കുള്ള കടപ്പാട്, ഭാര്യയ്ക്കുള്ള കടപ്പാട്, മക്കൾക്കുള്ള കടപ്പാട്, കടപ്പാടുകൾക്ക് അധിഷ്ഠിതമായ ഒരു ജീവിതമാണ് സർവേശ്വരൻ പരിമിതമായ ആയുസ്സിൽ നമുക്ക് തന്നത്. ആ കടപ്പാടുകൾ മനുഷ്യൻ നിർവഹിക്കപ്പെടുമ്പോഴാണ് അവൻ്റെ ജീവിതം ഭൂമിയിൽ അർത്ഥപൂർണമാണ്. ദൈവത്തോടും മനുഷ്യനോടുമുള്ള കടപ്പാട്. പല മാതാപിതാക്കളും വഴിയിൽ ഉപേക്ഷിച്ചവരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ ഉപേക്ഷിച്ചവരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. തീർത്തും ഞാൻ മാസങ്ങൾ പുറകെ നടന്ന ചില മക്കളുണ്ട്. ഒരപ്പനെ ഉപേക്ഷിച്ചു പോയി, അദ്ദേഹത്തിന്റെ വേദന കണ്ടിട്ട് മാസങ്ങൾ പുറകെ നടന്ന്. പ്രിയ സുധീഷ് സാർ ഇവിടെയുണ്ട്, എൻ്റെ ആത്മാർത്ഥ സ്നേഹിതനാണ്. ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു അപ്പനെ പുഷ്പഗിരി ഹോസ്പിറ്റലിൽ ഉപേക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം വളരെ അധ്വാനിച്ച്, ഗൾഫിലൊക്കെ ഒത്തിരി അധ്വാനിച്ച് ജീവിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ വീടും എല്ലാം ഭാര്യയും മക്കളും എഴുതിയെടുത്തതിന് ശേഷം അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. വർഗീസ് അപ്പച്ചൻ അറിയാം,
ജോസ്റ്റാൻ അറിയാം. ഞാൻ ആ മകൻ്റെ പുറകിൽ മാസങ്ങൾ നടന്നു. അപ്പൻ്റെ വേദന കണ്ട് അദ്ദേഹം അറ്റാക്ക് വന്ന് മരിച്ചുപോയി. അദ്ദേഹം ഞങ്ങളിവിടെയാണ് നടക്കിയത്. അപ്പോൾ ആ മക്കളെ ഒന്ന് ഉപദേശിച്ച്, അപ്പന്മാരുടെയും അമ്മമാരുടെയും കയ്യിൽ നിന്ന് വരുന്ന വീഴ്ച ഒരു വീഴ്ചയല്ലല്ലോ, മക്കളത് ഉൾക്കൊള്ളണമല്ലോ, നമ്മുടെ കടപ്പാടുകൾ അതാണ്. ഞാൻ അങ്ങനെ പുറകെ നടന്നിട്ട് അദ്ദേഹത്തെ കിട്ടിയില്ല. എന്നാൽ ഇതുപോലെ ഏകദേശം 14-ലധികം മാതാപിതാക്കളെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നവരെ മക്കളെ വിളിച്ച് ആദ്യം ഇവരെ പഠിക്കും, ഈ മാതാപിതാക്കളുടെ പരിമിതി എന്താണ്, അവരുടെ പ്രശ്നം എന്താണ്, അത് പഠിച്ചിട്ട് അവരെ ആദ്യം ബോധവൽക്കരിക്കും. അതിനുശേഷം ഈ മക്കളെയോ ബന്ധുക്കളെയോ കണ്ടുപിടിച്ചതിന് ശേഷം അവരുടെ അടുക്കൽ ഈ കുഞ്ഞുങ്ങളെ, ഈ മാതാപിതാക്കളെ എത്തിക്കുക എന്നത് എൻ്റെ ഒരു വലിയ ദൗത്യമായി. കാരണം അത് കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഓർക്കണം, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, മക്കളെന്ന ആ വലിയ സംരംഭത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കപ്പെട്ട മാതാപിതാക്കളെ ഏറ്റവും അധികം ആദരിക്കണമെന്നുള്ള ദൈവം നമ്മളിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. വേദപുസ്തകം അങ്ങനെയാ പറയുന്നത്, നിനക്ക് ദീർഘായുസ് ഉണ്ടാകേണ്ടതിന് നിന്റെ അപ്പനെ അമ്മയെ നീ എന്തുകൊടുക്കണം, ബഹുമാനിക്കണം. ഇങ്ങനെ ഒരു കൗൺസിലിംഗ് രീതിയിൽ കുഞ്ഞുങ്ങളെ ബോധവൽക്കരിച്ചതിന് ശേഷം ഞാൻ ആ മാതാവ് അല്ലെങ്കിൽ പിതാവിനെ അവരുടെ കൂടെ വിടാറുണ്ട്. അങ്ങനെ ഏകദേശം 14-ലധികം മാതാപിതാക്കളെ അങ്ങനെ റീസ്റ്റോർ, അവരുടെ ഭവനങ്ങളിൽ അവരുടെയൊക്കെ ആ മനസ്സിന്റെ സന്തോഷം ചില സന്ദർഭങ്ങളൊക്കെ കാണുമ്പോൾ, ആ വീട്ടിലേക്ക് തിരിച്ചു ചെന്ന് മക്കൾ ഉൾക്കൊണ്ട ഹൃദയത്തിന്റെ ആ സന്തോഷം കാണുമ്പോൾ വളരെ ആഴമേറിയ ഒരു പ്രചോദനം അത് നിമിത്തം ഉണ്ടാകാറുണ്ട്. 1. 2, സമൂഹത്തിൽ ആരുമില്ല, ആർക്കും വേണ്ട എന്നുള്ള ആളുകൾ ഉണ്ടല്ലോ. തീർത്തും അങ്ങനെ തന്നെ ആയിരിക്കണം. എല്ലാവരെയും ഒന്നും നമ്മളങ്ങനെ വെറ്റെടുക്കാനുള്ള സാവകാശം നമുക്കില്ല. ആർക്കും വേണ്ട, ആർക്കും വേണ്ടാത്തവരെ ഞങ്ങൾക്ക് വേണം. ആരും സംരക്ഷിക്കാനില്ലാത്തവർക്ക് എല്ലാവരെയും ഒന്നും പറ്റില്ല, നമ്മുടെ പരിമിതിയിൽ നിന്ന് ചെയ്യുക. ഈ നിലകളിലാണ് ഈ സ്ഥാപനം ഇവിടെ ആരംഭിച്ചത്. ഞാൻ ചിന്തിച്ചത് ചെറിയ തോതിലൊക്കെ ഈ പ്രിയ വർക്കിച്ചാനാണ് കഴിഞ്ഞ നീണ്ട വർഷങ്ങൾ സാനിറ്ററി ഉള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ഗ്രോസറി ഐറ്റംസ് എല്ലാം ഏകദേശം 30,000 രൂപയുടെ സാധനം ഒരു മാസം ഇവിടെ എത്തിക്കും അവർക്കുള്ള ഫുഡിൻ്റെ ക്രമീകരണം. പ്രിയച്ചാനാണ് ഈ നാളുകൾ വരെ, കഴിഞ്ഞ മാസം വരെ കാര്യങ്ങൾ വളരെ കൃത്യനിഷ്ഠയോടെ ചെയ്യും. അങ്ങനെ പല പ്രിയപ്പെട്ടവർ, പ്രിയ BK-യിലെ കുഞ്ഞുവഞ്ചാനും പ്രിയ റോസമാമയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവരൊക്കെ എന്നോട് വളരെ സ്നേഹവും ആത്മാർത്ഥതയുമുള്ള പ്രിയപ്പെട്ടവരാണ്. എന്നെ വളരെ കരുതുന്നവരാണ്, ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്നവരാണ്. റോസമാമയൊക്കെ വളരെ ആത്മാർത്ഥമായി വീട്ടിൽ കുക്ക് ചെയ്ത് അവരോട് കൂടെ വന്നിരുന്ന് അവരോട് സ്നേഹം പങ്കുവെച്ച് അവർക്ക് ആ നിലകളിലുള്ള സ്നേഹങ്ങൾ പ്രകടിപ്പിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ സഭ, ഈ സഭ വളരെ ആദരവോടെ ഈ ദൗത്യത്തിൽ പങ്കുചേരുന്നു. എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. IPC കോന്നി സെന്ററിനോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ 5 വർഷം ഞാൻ കോന്നി സെന്ററിന്റെ കൂടെ പാസ്റ്ററാണ്. ആ നിലകളിൽ ആ സെന്റർ എന്നോടൊപ്പം ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് PC ഷോമിൽ പാസ്റ്റർ, സെക്രട്ടറി സുജീഷ് ചെറിയ പാസ്റ്റർ, സാബാസ് ഉൾപ്പെടെയുള്ള ജോയിന്റ് സെക്രട്ടറി ആയ ശമലോടി ജയൻ, ഇവരെല്ലാം എന്നോടൊപ്പം കൂടെയുണ്ട്. പ്രിയ പാസ്റ്റർമാരെ എല്ലാം ഓർക്കുന്നു. പ്രിയ സുജി പാസ്റ്റർ, പ്രിയ ഞങ്ങളുടെ മോൻസി പാസ്റ്റർ, ഇവരെല്ലാം എന്നോടൊപ്പം ദീർഘവർഷങ്ങളായി സംരംഭത്തിൽ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. നിങ്ങളെല്ലാവരെയും തലത്തിൽ ഞാൻ ഹൃദയംഗമായി ഓർക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സമയം മുമ്പോട്ട് പോയല്ലോ. വിശേഷാൽ ഇന്ന് ഈ സമ്മേളനം, ചില കൃപാഭവന്റെ സ്ഥാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ വളരെ തിരക്കുണ്ടായിരുന്നിട്ടും എനിക്ക് ഏറ്റവും സ്നേഹവും ആദരവുമായ MLA ആകുന്നതിനൊക്കെ മുമ്പ് വളരെ സ്നേഹത്തോടുകൂടെ സഹകരിച്ച പ്രിയ ജനീഷ് കുമാർ അവர்களാണ്. ഏതൊരു കാര്യം പറഞ്ഞാലും ഇത്ര തിരക്കിനിടയിലാണെങ്കിലും എന്നെ തിരിച്ചു വിളിക്കുകയും എന്താ പാസ്റ്ററെ ആവശ്യമെന്ന് ചോദിക്കുകയും ചെയ്യുന്ന വളരെ അഭിമാനമുള്ള, സമൂഹത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, നമ്മുടെ നാടിന് തന്നെ ഒരു അഭിമാനമായിരിക്കുന്ന പ്രിയ ജനീഷ് കുമാർ സാറിന് പ്രത്യേക വന്ദനം പറയുന്നു. തിരക്കിലൂടെ എത്തിയതിൽ വളരെ സന്തോഷം. പ്രിയ ഉദയഭാനു സാറ്, ഇന്ന് ഈ ക്ഷീണമൊക്കെ ഉണ്ടായിട്ട് ഇവിടെ എത്താൻ പറ്റി എന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സാറിവിടെ വരുമെന്നുള്ളത്. ജസ്റ്റ് ഈ സാറ് ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ സാമൂഹ്യക്ഷേമ വകുപ്പുമായുള്ള ബന്ധത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ആരെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞാൽ ഉടൻ അടിയന്തരമായിട്ട് ആ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഉദയഭാനു സാറ് അത് ചെയ്യുമായിരുന്നു. എവിടെ വെച്ച് കണ്ടാലും ആത്മാർത്ഥതയും. അതുപോലെ തന്നെ നമ്മുടെ രാജീവ് ഇബ്രഹാം MLA സാറും അത് തന്നെയാണ്. എൻ്റെ ദീർഘകാല
സ്നേഹിതരാണ്. പ്രിയ സാർ ഇവിടെ എത്തിയതിൽ ഹൃദയത്തിൽ വളരെ സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ ശിലാസ്ഥാപനം, കൃപാഭവന്റെ ശിലാസ്ഥാപനം നടത്താൻ ഇവിടെ വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട വർക്കിച്ചാനാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഓർപ്പിച്ചിരുന്നല്ലോ. ഞങ്ങളുടെ എല്ലാ ആവശ്യത്തിലും, എൻ്റെ എല്ലാ ആവശ്യത്തിലും എനിക്കൊരു കടപ്പാടും സ്നേഹവും ആത്മാർത്ഥതയും എന്നോടും തിരിച്ചുള്ള ഒരു അനുഗ്രഹീതനായ കർത്താവിൻ്റെ ദാസനാണ് അദ്ദേഹം. ഇന്ന് ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ ആഗോളതലത്തിലെ ജനറൽ സെക്രട്ടറിയാണ്. വളരെ തിരക്കുന്നുണ്ടായിരുന്നു, എന്നാലും ഇവിടെ വന്ന് ഈ പ്രധാന കർമ്മം നിർവഹിക്കുവാൻ സമയമെടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ ഒരു പിതാവിനെ പോലെയും അപ്പോൾ തന്നെ എൻ്റെ ആത്മീയ ശുശ്രൂഷയിൽ വളർച്ചയിൽ എന്നെ ചേർത്ത് പിടിച്ച ഒരു വ്യക്തിത്വമാണ് ബഹുമാന്യനായ പാസ്റ്റർ സി എബ്രഹാം. ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടന്നാൽ അദ്ദേഹത്തെ കൂടെ ഒന്ന് ഉൾപ്പെടുത്തുക എന്നത് എൻ്റെ ഒരു ഹൃദയത്തിൽ ഒരാഗ്രഹമായിരുന്നു. ഇന്നും ശാരീരിക പ്രയാസമുണ്ടായിരുന്നു. പ്രിയ സി എബ്രഹാം പാസ്റ്റർ ഒരു അനുഗ്രഹ പ്രഭാഷണത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നതിൽ വളരെ സന്തോഷം. വളരെ തിരക്കുണ്ടായിരുന്നിട്ടും ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ സൺഡേ സ്കൂളിൻ്റെ ജനറൽ സെക്രട്ടറിയും എൻ്റെ സഹോദര തുല്യം സ്നേഹിക്കുന്ന തോമസ് മാത്യു ചാരുവേലി സാർ. ഞാൻ സൺഡേ സ്കൂളിൽ ഒരു പ്രവർത്തകനാണ്. അദ്ദേഹത്തോടൊപ്പം പല കാര്യങ്ങളിലും സംബന്ധിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. പല പ്രോഗ്രാമുകളിലും ഞാൻ എത്തിച്ചേരാത്തപ്പോൾ എന്താ സാറേ വരാത്ത എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ഈ കാര്യം പറയും. അദ്ദേഹം എന്നെ വളരെ എക്സ്ക്യൂസുകൾ തന്ന് എനിക്ക് ഒരു പ്രത്യേകമായ പരിഗണന തന്ന് സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട തോമസ് മാത്യു പാസ്റ്റർ ഇവിടെ എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്, വന്ദനം പറയുന്നു. ഇപ്പോൾ തന്നെ ബഹുമാനീയനായ പാസ്റ്റർ റെജിമോൻ സി അവർ വടശ്ശേരിക്കര സെന്ററിന്റെ വൈസ് പ്രസിഡന്റാണ്. ഞാൻ ഇവിടെ വന്ന സമയം മുതൽ എന്നോടൊപ്പം ഒരുമിച്ച് നിൽക്കുന്ന ബഹുമാനീയനായ റെജിമോൻ സി പാസ്റ്റർ കാര്യമെന്ന് പറഞ്ഞതേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. അദ്ദേഹത്തെ ഞാൻ വന്ദനം പറയുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എനിക്ക് ഒട്ടും അതിശയോക്തിയില്ലാതെ എടുത്ത് പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. അതുകൊണ്ട് ഇരിക്കുന്ന ചില വ്യക്തികൾ, ഒന്ന് KG മുരളീധരൻ സാർ. ഞാൻ ഈ പ്രദേശത്ത് വന്നപ്പോൾ തൊട്ട് തന്നെ എനിക്ക് ഏറ്റവും ആത്മാർത്ഥതയോടെ എന്നെ സ്നേഹിക്കുകയും എന്നോട് ചേർന്ന് നിന്ന് എൻ്റെ ഏത് ആവശ്യങ്ങളിലും അറിഞ്ഞ് പ്രവർത്തിക്കുന്ന, പ്രോത്സാഹനം തരുന്ന ഒരു മഹൽ വ്യക്തിയാണ്. ഞാൻ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് പ്രിയ മുരളീധരൻ സാർ. അദ്ദേഹം ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്നു. മറ്റു പല നിലകളിൽ രാഷ്ട്രീയ നിലവാരങ്ങൾക്ക് അപ്പുറമായ നിലയിൽ ഒരു ആത്മീയ ബന്ധം, ഒരു സ്നേഹബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. അതുപോലെ MS രാജേന്ദ്രൻ, ഇവർ രണ്ടുപേരും ദീർഘനാളുകളായിട്ട് എന്നോടൊപ്പം ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഏത് കാര്യം. ഈ ഇന്നലെ തന്നെ ഇന്ന് ഈ മീറ്റിംഗ് ഇവിടെ വെച്ച് ക്രമീകരിക്കാൻ കാരണമായത് പ്രിയ മുരളീധരൻ സാറാണ്. ഞാനവിടെ പന്തലുമൊക്കെ ഇട്ട് നമ്മുടെ സൈറ്റിൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു. മഴയുടെ പ്രശ്നമായപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു എന്ത് ചെയ്യണമെന്നറിയില്ല. എന്നോട് പറഞ്ഞു പാസ്റ്റർ ഒരു കാര്യം ചെയ്യും, ചർച്ചിൽ വെച്ച് പ്രാരംഭ പ്രോഗ്രാം ചെയ്തിട്ട് നമുക്ക് പിന്നെ അങ്ങോട്ട് പോയി കല്ലിട്ടാൽ മതി, എല്ലാവരെയും ബുദ്ധിമുട്ടിക്കണ്ട. അന്നേരം ഞാനത് ഉൾക്കൊണ്ടിട്ട് പെട്ടെന്ന് ഈ പ്രോഗ്രാം ഇങ്ങനെ ക്രമീകരിക്കാനിടയായി. പ്രിയ മുരളി സാറിനെ പ്രത്യേകം ഓർക്കുന്നു, MS രാജേന്ദ്ര അവരെ ഓർക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, അദ്ദേഹം എനിക്ക് ഏറ്റവും സഹോദര തുല്യ സ്നേഹമുള്ള, ഈ സഭയ്ക്ക് വലിയ കടപ്പാടുള്ള ഒരു മഹൽ വ്യക്തിത്വമാണ്. അദ്ദേഹത്തെയും സ്മരിക്കാതിരിക്കാൻ കഴിയുകയില്ല. ഞങ്ങളുടെ ഏത് ആവശ്യത്തിനും എപ്പോഴും ഞങ്ങളുടെ അടുക്കിലേക്ക് ഓടി വന്ന് പ്രവർത്തിക്കുന്ന പ്രിയ ബഷീർ സാറിനെ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ പലരും എൻ്റെ അടുത്ത സ്നേഹിതരാണ്. അവരെല്ലാം വളരെ നന്മയുടെ ഹൃദയമുള്ളവരാണെന്ന് അവരുടെ പ്രവർത്തനത്തിലൂടെയും സഹകരണത്തിലൂടെയും മനസ്സിലാക്കുന്നു. പ്രിയ ബഷീർ സാറിനെ പ്രത്യേകം ഞാൻ വന്ദനം ചെയ്യുന്നു. അതുപോലെ രവി സാർ ഞങ്ങളുടെ വാർഡിൻ്റെ മെമ്പറാണ്. രവി കണ്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്ത് അറിയാത്തവരാരുമില്ല. അതുപോലെ ശ്രദ്ധേയനായ ഒരു പ്രവർത്തകനാണ്. ഏത് കാര്യത്തിനും കൂടെ നിൽക്കുന്ന വളരെ സ്നേഹമുള്ള വ്യക്തിത്വം ബഹുമാന്യനായ രവി സാറിന് പ്രത്യേകമായ വന്ദനം പറയുന്നു. പ്രിയ ആദർശ നമ്മുടെ പഞ്ചായത്തിൻ്റെ വാർഡ് മെമ്പറാണ്. ഞങ്ങൾക്കൊക്കെ വളരെ കടപ്പാടുള്ള ഉഷയാൻറ്റി ഇവിടെ ഒരു സ്കൂൾ നടത്തും. ഉഷയാൻറ്റിയുടെ മകളെന്ന നിലയിലാണ് ഒന്നാമത്തെ ബഹുമാനം. രണ്ടാമത് ഉള്ള ബഹുമാനം ഈ വാർഡിൻ്റെ അംഗം മെമ്പർ എന്ന നിലയിലാണ്. ഇന്ന് ഈ പ്രത്യേക സംരംഭത്തിൽ വന്നതിൽ പ്രത്യേകമായിട്ട് ഞങ്ങൾ വന്ദനം പറയുന്നു. പ്രത്യേകം ഓർത്ത് ഞങ്ങളുടെ അഭിമാനകരമായ സന്തോഷം പ്രകടിപ്പിക്കുന്നു.
ഈ സഭയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന കൃതജ്ഞത അറിയിക്കുന്ന പ്രിയ PS മാത്യു ഉൾപ്പെടെ പാസ്റ്റർ തോമസ് മാത്യു റാന്നി, അദ്ദേഹം എൻ്റെ ഏറ്റവും അടുത്ത നിഗ്രഹിതനായ കർത്തൃദാസ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കൗൺസിൽ മെമ്പറായിരിക്കുന്ന പ്രിയ തോമസ് മാത്യു പാസ്റ്റർ. ഇവിടെ തോമസ് മാത്യു എന്ന് പറയുന്ന 3 പേരുണ്ട്. പക്ഷേ 3 പേര് ഞങ്ങളുടെ സെന്ററിലെ സീനിയർ പാസ്റ്റർ തോമസ് മാത്യു പാസ്റ്റർ, അപ്പോൾ തന്നെ പാസ്റ്റർ തോമസ് മാത്യു റാന്നി, ഞങ്ങളുടെ സഭയുടെ പാസ്റ്റർ ആയിരിക്കുന്ന ഈ സഭയുടെ പാസ്റ്റർ ആൽബർട്ട് പാസ്റ്റർ ഉൾപ്പെടെ ചെറിയ പാസ്റ്റർ ശ്യാം പാസ്റ്റർ, എല്ലാവരെയും പ്രിയ സുജേഷ് പാസ്റ്റർ, എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.